ഹലോ ഗൈസ്, ഉച്ചക്കത്തേക്ക് ചോറും കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ ചോറ് അതിന് വേണ്ടിയിട്ട് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോറ് വയ്ക്കാൻ മറന്നു പോകും. നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കറികൾക്ക് വേണ്ടിയിട്ട് പൊരിക്കാൻ കൊഴുവയായിരുന്നു കിട്ടിയത്. അത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് മസാല പുരട്ടി വെച്ചു. കറി വെക്കാനായിട്ട് നോക്കിയപ്പോൾ അവിടെയും ഒരു ടിസ്റ്റ്, തേങ്ങ കഴുകിയിരിക്കുകയായിരുന്നു. പിന്നെ തേങ്ങ അരയ്ക്കാതെ മുളക് ഇട്ടിട്ട് ചക്കക്കുരു, മാങ്ങയും പച്ചച്ചെമ്മീനും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് പച്ചമുളകും ഇട്ട് അത് വെള്ളമൊഴിച്ച് എളുപ്പത്തിൽ വേവാൻ വെച്ചു. ആ സമയം കൊണ്ട് തന്നെ കുറച്ച് ക്യാബേജ് തോരന് വേണ്ടി അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ക്യാബേജും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അത് വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് തന്നെ വേറെ അടുപ്പത്തേക്ക് മീൻ വറുക്കാനും ഇട്ടു. അപ്പോഴേക്കും ക്യാബേജ് വെന്ത് കിട്ടി. പിന്നെ അതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നിളക്കി യോജിപ്പിച്ച് അതങ്ങനെ മൂടി വെച്ചു. അപ്പോഴേക്കും മീൻ പൊരിച്ചെടുത്തു കേട്ടോ. മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കറി ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി താളിച്ചൊഴിച്ചു. അങ്ങനെ കറികളെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ചോറ് വിളമ്പിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കറികളെല്ലാം എടുത്തു, മീൻ വറുത്തൊക്കെ വെച്ചു. പിന്നെ ഉപ്പിലിട്ടൊരു മാങ്ങ ഉണ്ടായിരുന്നു, അതും കൂടി മുറിച്ച് വെച്ചു. അപ്പോൾ ഓക്കെ, ബായ്.